DCC പുനഃസംഘടനയിൽ അവകാശവാദവുമായി നേതാക്കൾ പരിഗണന വേണമെന്ന ആവശ്യവുമായി പ്രമുഖ ഗ്രൂപ്പ് നേതാക്കളും രംഗത്ത്. തിരുവനന്തപുരത്ത് ബയോഡാറ്റകളുമായി ഒരു നിര നേതാക്കൾ രംഗത്ത്. അതേസമയം അന്തിമ തീരുമാനത്തിൽ KC വേണുഗോപാലിന്റെ നിലപാടാകും നിർണായകമാവുക. ജനറൽ സെക്രട്ടറിമാരെ അടക്കം മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടനയാകും ഉണ്ടാകുക. DCC അധ്യക്ഷന്മാരെയും മാറ്റും. ഇതിലേക്കായുള്ള ചർച്ചകൾ പല തട്ടുകളിലായി നടക്കും. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒപ്പം മുതിർന്ന നേതാക്കളുമായും ആശയവിനിമയം നടത്തും. പക്ഷേ അന്തിമ പ്രഖ്യാപനം ഹൈക്കമാൻഡാണ് നടത്തുക. അതേസമയം പുതിയ പദവികൾ ലക്ഷ്യമിട്ട് നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനാകാൻ ബയോഡാറ്റയുമായി ഒരു നിര നേതാക്കൾ രംഗത്തുണ്ട്. KC വേണുഗോപാലിന്റെ അനുയായിയും മുൻ KPCC സെക്രട്ടറിയുമായ മണക്കാട് സുരേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നോമിനി ചെമ്പഴന്തി അനിൽ, യുവജന നേതാവ് എന്ന നിലയിൽ ശബരിനാഥൻ, A ഗ്രൂപ്പിന്റെ പരിഗണനയിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിൽ എന്നിവരാണ് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ. ഇവയ്ക്ക് പുറമെ മുതിർന്ന നേതാക്കളെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട്. മുതിർന്ന നേതാവ് എന്ന നിലയിൽ VS ശിവകുമാറിന്റെ പേരിനാണ് മുൻതൂക്കം. എന്നാൽ 16 കൊല്ലം മുൻപ് വഹിച്ച പദവി വീണ്ടും ഏറ്റെടുക്കാൻ VS ശിവകുമാർ തയ്യാറല്ല. KPCC വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ എത്തുമെന്നാണ് ശിവകുമാർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം തഴയപ്പെട്ടു. പകരം DCC അധ്യക്ഷ പദവി വേണ്ടെന്നാണ് ശിവകുമാറിന്റെ നിലപാട്. മാത്രമല്ല, പാർലമെന്ററി രംഗത്ത് വീണ്ടും ഒരു അവസരമാണ് ശിവകുമാറിന്റെ പ്രതീക്ഷ. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നോമിനി ചെമ്പഴന്തി അനിലിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കേസുകളും അദ്ദേഹത്തിന് തിരിച്ചടിയാകുമെന്നാണ് സൂചന. എന്നാൽ തിരുവനന്തപുരം DCC അധ്യക്ഷനായി തന്റെ പേര് ഒരു മുതിർന്ന നേതാവ് നിർദ്ദേശിച്ചെന്ന വാർത്ത JS അഖിൽ സോഷ്യൽ മീഡിയയിലൂടെ നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം തലസ്ഥാനത്തെ പാർട്ടി അധ്യക്ഷ പദവിയിൽ പല പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ KC വേണുഗോപാലിന്റെ നിലപാടാകും നിർണായകമായി മാറുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.